നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് പോയ വ്യക്തികളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അവരിലേക്ക് വരാൻ പോകുന്ന കർമ്മ എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് പോയ വ്യക്തികളുടെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ നോക്കുക. അവരിലേക്ക് വരാൻ പോകുന്ന കർമ്മ എന്താണെന്നും നമുക്ക് നോക്കണം. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസും നോക്കണം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് ഒരു പുതിയ സിറ്റുവേഷൻസ് കണക്റ്റഡ് ആകേണ്ടത്, അത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ നിങ്ങളത് അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്തു പോകണം. അഫർമേഷൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോകുമ്പോഴാണ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന ഹെഡിങ്ങോട് കൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. കഴിഞ്ഞ ദിവസവും നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അഫർമേഷൻസ് എഴുതി 1-2 കാര്യങ്ങൾ സാധിച്ച് ഒരുപാട് അത്ഭുതം പോലെ തോന്നി. പ്രതീക്ഷിക്കാതെ ഇരുന്ന് ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിട്ട് 1,00,000 രൂപ വേണമായിരുന്നു. അതിനുവേണ്ടി അഫർമേഷൻസ് പറഞ്ഞ് 95 കിട്ടി. 1,00,000 തികഞ്ഞില്ലെങ്കിലും എനിക്കത് മതിയായിരുന്നു. പക്ഷെ അതെനിക്കൊരു അത്ഭുതമായിട്ടാണ് എന്ന് ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും മെസ്സേജുകൾ ഇങ്ങനെ വന്നുണ്ട്. ഒരുപാട് സന്തോഷം. എന്താണെങ്കിലും അത് കേട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലമുണ്ട് എന്നുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയിലാണ് കേട്ടോ. കാരണം ഞാനും ഓരോന്ന് നേടുന്നുണ്ട് എൻ്റെ ജീവിതത്തിലും. ഞാൻ നേടുമ്പം എനിക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന രീതിയിൽ പലരും പല രീതിയിലാണ് ഒരു ഐഡിയാസ് പറയുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വെച്ച് ഇന്ന രീതിയിൽ എഴുതുമ്പം ഇന്ന കാര്യം പെട്ടെന്ന് സാധ്യമാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഏജിനൊന്നും പ്രാധാന്യം കൊടുക്കല്ലേ കേട്ടോ. പ്രായമൊന്നും നമ്മുടെ ലൈഫിൽ ഒരു തടസ്സമല്ല കേട്ടോ. അതൊക്കെ നമ്മൾ മറന്ന് നമുക്ക് അടുത്ത നിമിഷങ്ങൾ, നമ്മുടെ ഓരോ നിമിഷങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം കേട്ടോ. പിന്നെ ഇന്നലെ ഒരു കമൻറ്റിൽ വന്നു, ഞാൻ റൈറ്റ് ഹീലിങ്ങിനെ കുറിച്ചും അഫർമേഷൻസിനെ കുറിച്ചും നമ്മുടെ ലാസ്റ്റാണ് ഇനി പറയത്തുള്ളൂ കേട്ടോ. ആദ്യത്തെ മെസ്സേജിൽ ഇനി ഒരിക്കലും പറയില്ല. ആവശ്യമുള്ളവർ റീഡിങ്സ് കഴിയുമ്പോൾ നിങ്ങൾ കേട്ടോളുക. കാരണം ഒരു മുഷിച്ചിൽ വരുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കാം കേട്ടോ. പിന്നെ സമയം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണോ പറയുന്നത് എന്ന് ചോദിച്ചു. ഒരിക്കലുമല്ല കേട്ടോ. എനിക്ക് ഒരു കാർഡ് കൊണ്ട് 1 മണിക്കൂർ റീഡ് ചെയ്യാൻ പാകത്തിന് ആ കാർഡിനകത്തുനിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് എൻ്റെ ദൈവ അനുഗ്രഹത്താൽ, എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിക്കും. ഒറ്റ കാർഡിൽ വേണമെങ്കിൽ 1 മണിക്കൂർ ഞാൻ അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ജീവിതത്തെ ബേസ് ചെയ്ത് തരാൻ എനിക്ക് സാധിക്കും. ആ കാര്യത്തിൽ എനിക്ക് വളരെ ദൃഢനിശ്ചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇത്രയും കാർഡുകൾ നിരത്തി വെച്ച് ഞാൻ സമയം പോകുന്നതല്ല. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലൊരു ടൈം ഇച്ചിരി ഒരു ഹാപ്പി എനർജിയൊക്കെ. ബാക്കി ടൈം മുഴുവനും ജോബിലും പോകുമ്പോൾ നമ്മൾ വളരെ ഡിസ്റ്റർബൻസഡായിട്ടാണ് ജീവിതം കടന്നു പോകുന്നത്. അപ്പം നിങ്ങളോടൊപ്പം കൂടുന്ന സമയമാണ് എനിക്ക് എപ്പോഴേക്കും ഒന്ന് ചിരിച്ച് അല്ലെങ്കിൽ വളരെ ഹാപ്പി മൂഡോട് കൂടി ഞാനൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് മുഴുവനും അങ്ങ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മുതൽ ലാസ്റ്റായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയണത്. ആവശ്യമുള്ളവർ കണക്റ്റ് ചെയ്തോളുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിവിടെ നോക്കാൻ പോകുന്നത് കർമ്മ ബേസ് ആണ് കേട്ടോ. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് പോയിരിക്കുന്ന വ്യക്തികൾ ശരിക്കും സ്ട്രഗ്ലിംഗ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർ കർമ്മയിലാണ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് അവർക്ക് ശരിക്കും തിരിച്ചറിവുകളുണ്ട് കേട്ടോ. അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർക്ക് വളരെ ബോധ്യം വന്നു കഴിഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് അബദ്ധം പറ്റി എന്നുള്ളത് 100% ഉറപ്പാണ്. അവർ പ്രൊട്ടക്റ്റഡ് ആയിരുന്ന ഒരിടത്ത് നിന്നുമാണ് അവരിപ്പം പുറത്ത് കടന്നു പോയത്. അതായത് അവരിപ്പോൾ പ്രൊട്ടക്ഷനായ ഒരു എനർജിയിലല്ല, സ്ട്രഗിൾ എനർജിയിലാണ്. ഇതിനകത്ത് നമുക്ക് കർമ്മയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് വരാൻ പോകുന്ന കർമ്മ എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള റീയൂണിയൻ ആണ് കേട്ടോ. അതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ. സാധാരണ നമുക്ക് റീഡിങ്സുകളിലൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും അതൊരു വല്ലാത്ത സ്ട്രഗിൾ എനർജിയിൽ ലോസ്, അവരുടെ ജീവിതത്തിലെ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കർമ്മയാണ് കാണാറുള്ളത്. പക്ഷേ നമുക്ക് ഇന്നത്തെ റീഡിങ്സിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും റീയൂണിയനാണ്. കർമ്മ ബേസിൽ അവരുടെ പരിഹാരം, അവർ അനുഭവിക്കാൻ പോകേണ്ട കാര്യം, അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് റീയൂണിയൻ സാധ്യമാക്കുക എന്നതാണ് കേട്ടോ. അതാണ് അവരിൽ വരാൻ പോകുന്ന കർമ്മ ബേസ്. നമുക്ക് അത് മോശമാണെന്നല്ല, അതാണ് അവരുടെ വിധി. അവർ ചെയ്ത തെറ്റ് അവർ തിരുത്തണമെന്ന് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ തീരുമാനം. ഏറ്റ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബന്ധന അവസ്ഥയിലാണ്. കുറ്റബോധമാണ്, മനസാക്ഷി ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയാണ്. പുറമേ
അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നു. ആ ഒരു സ്ട്രഗിളിങ് എന്താണെന്ന് അവർ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നിലധികം തലത്തിലൂടെ അവർ കുറ്റം ഇങ്ങനെ കുറ്റം ഏറ്റുപറയേണ്ടി വരുന്ന അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ വല്ലാത്ത ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഒരു കംഫോർട്ട് സോണിലാണ് അവർ നിൽക്കാൻ ശ്രമിക്കുന്നത്. അവർ ചിന്തിക്കുന്ന ഞാൻ നിൽക്കുന്നിടം വളരെ പെർഫെക്റ്റ് ആണ്, എനിക്ക് വലിയ തട്ടുകേട് വരില്ല എന്നവർ ചിന്തിക്കുമ്പോഴും ആ സാഹചര്യത്തിൽ അവർക്ക് ഇത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. കുറ്റബോധമാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അവരെ വേട്ടയാടുന്നത് കുറ്റബോധമാണ്. അതായത് അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം അവർ വല്ലാതെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അവർ സ്വയം അവരോട് തന്നെ ചോദിക്കുന്ന ഒരവസ്ഥയാണ്, എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്, എവിടെയാണ് തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, അവരുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ ചീറ്റിംഗ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിൽ പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അവർ ഒരു പ്രൊട്ടക്ഷൻ, സെൽഫായിട്ടൊരു പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിച്ചു. ഒരു പക്ഷേ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൽ, നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെയറിങ് എനർജിയിലൂടെ അവർ പോയ സമയത്ത് അവർക്ക് എവിടെയോ ഒരു പവർ ലോസിങ് സംഭവിച്ചു, ഒരു ചീറ്റിംഗ് ഫീലിങ്സ് അവർക്ക് ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ അവരുടെ സമയത്തെ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു കാണും ഈ ഒരു ജന്മം. ഒരു വിധിയെ കൂടി നമുക്കിതിനകത്ത് ഈ ഒരു ചീറ്റിംഗ് എനർജിയിൽ കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അല്ലാത്ത ഒരു പക്ഷേ ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ അത് ഫിസിക്കലാവുന്ന ചില നീഡ്സിനാവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യലി മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊന്ന് ഫോക്കസ് ചെയ്ത് അതിനപ്പുറത്തേക്ക് അവർക്കൊരു താല്പര്യമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൽ ചില ഭൗതികപരമാകുന്ന നേട്ടങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റ് എന്തൊക്കെയോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആത്മാർത്ഥത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വിശ്വസ്തത എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ ചെന്ന് നിൽക്കാതെ അവരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നെഗറ്റീവാകുന്ന ചിന്തകളിലേക്ക് ഒരു ബന്ധത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ചില നീഡ്സിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു റിലേഷനെ അവർ ചൂസ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത് പാസ്റ്റിലെ എനർജിയിലേക്ക് പോകുമ്പോഴേട്ടോ. അപ്പോൾ അവർക്കിതൊരു ശരിക്കും ഒരു ടൈം പാസ് പോലെ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട്, അതല്ലെങ്കിൽ ഇവിടെ ഒരു പൂർണ്ണമാകുന്ന ഒരു പോസിറ്റിവിറ്റി നൽകേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ വലിയ വാല്യൂ പാസ്റ്റിൽ കൽപ്പിക്കാതെ പോയി മനസ്സുകൊണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വേണമെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ പോകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അവർക്ക് നിർബന്ധമില്ലാത്ത ഒരു ബന്ധം പോലെയായിപ്പോയി നിങ്ങളുടെ അവരുമായിട്ടുള്ള ആ ഒരു എനർജി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് അവർ നിങ്ങളെ ശരിക്കും ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ പ്രസൻസിലാണ് നമുക്കിവിടെ നിന്നും ഒരു ചീറ്റിംഗ് ആരംഭിച്ചത്. അതായത് അവർ മറ്റെവിടെയോ ഒരു കംഫോർട്ടബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻസ് അവർ കണ്ടെത്തുകയോ അതല്ലെങ്കിൽ അവരുടേതാകുന്ന ഒരു സങ്കല്പത്തിനനുസരിച്ചുള്ളൊരു സാഹചര്യത്തിലേക്ക് അവർ പതുക്കെ ഒന്ന് വഴിമാറി നടക്കുകയോ ചെയ്തു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിയമപരമാകുന്ന എനർജി ഫീൽഡിൽ 4 പേര് അറിയുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ പോകുന്ന വ്യക്തിയാവാം. മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം പറഞ്ഞു കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ലീഗൽപരമാകുന്ന ചില ഫീൽഡിൽ നിയമപരമാകുന്ന നിയമം കയ്യിലെടുക്കാവുന്ന ഒരു ഫീൽഡിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവാം ഒരു പക്ഷേ നിങ്ങളോ അവരോ. അതല്ലെങ്കിൽ 4 പേര് അറിയുന്ന, സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും 4 പേര് അറിയുന്ന ഒരു പേഴ്സണാലിറ്റിയിലൂടെ പോകുന്ന വ്യക്തിയാകാം. എന്താണ് ഒരു അഡ്വൈസർ എനർജി ഇവരിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ചും നിങ്ങളെ
അവരെ മാറ്റി നിർത്തേണ്ടി വന്നു. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു ബന്ധത്തെ സംബന്ധിച്ച് ഇത് റിലീജിയൻ പരമായിട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിലീജിയനെ ബേസ് ചെയ്തുമൊക്കെ ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്ത് അവരുടേതാകുന്ന ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അവർ ചീറ്റിംഗ് ചെയ്തത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം അത് ബേസ് ചെയ്ത് നോക്കുമ്പം അവരിപ്പം ബ്ലൈൻഡാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറ്റവാളിയാണ് എന്ന് അവർ സ്വയം ഉറപ്പ് വരുത്തുന്നു. അവർ തെറ്റ് ചെയ്തു എന്നത് കഴിഞ്ഞ സമയങ്ങൾ വരെ അവർക്ക് അവർ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ ആ ഒരു ഫീലിങ്സ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും അവർ ഫോക്കസ് ചെയ്തത് ഫിനാൻഷ്യലിനെയാണ് കേട്ടോ. അതായത് അവരെ ഒരു സാമ്പത്തികപരമാകുന്ന അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന തലത്തിലുള്ളൊരു വ്യക്തിയുടെ ഒരു അട്രാക്ഷൻ അവരിലേക്കുണ്ടായിരുന്നു. അപ്പം അവരും തിരിച്ച് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ രണ്ട് ധ്രുവങ്ങളിലുള്ള വ്യക്തികളായിരുന്നു, ഒരുമിച്ച് സഞ്ചരിച്ചു പോകാൻ യോഗമുള്ള വ്യക്തികളായിരുന്നില്ല. പക്ഷേ ആ ഒരു അകലം വെച്ച് ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു ആ ഒരു സാഹചര്യത്തിലേക്ക് ചെന്നാൽ ഇവർക്ക് പോസിറ്റീവാണ്, ഇവർ പ്രൊട്ടക്റ്റഡ് ആണ്, ഇവർക്ക് നല്ലൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുമെന്ന് വല്ലാതെ ഇവർ സങ്കല്പിക്കുകയാണ് ചെയ്തത്. ആ ബേസിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുകയും മറ്റൊരു സാഹചര്യത്തിലേക്ക് അവർ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങളുടെ വ്യക്തി മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തേർഡ് പാർട്ടിയിലായാലും സാഹചര്യങ്ങളിലാണേലും അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് അവർക്ക് അനുയോജ്യമായ ഒന്നല്ലായിരുന്നു എന്നുള്ളത്. അവിടെ വെച്ച് തൊട്ട് അവരെ കർമ്മ പിടികൂടാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും മാത്രവുമല്ലാതെ അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ, മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പല അവസരങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു കാര്യത്തിലും ഒരു അച്ചടക്കത്തോടു കൂടി ഒരു എന്താ പറയുക ഒരു ഫ്രീഡം എനർജിയോട് കൂടി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്, കർമ്മ ബേസാണ്. അവരൊരു എൻഡിങ് എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അവർക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഏത് സിറ്റുവേഷൻസിൽ അവർ ചെല്ലുമ്പോഴും അവിടെയെല്ലാം അവർക്ക് അവരെ മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്നൊരവസ്ഥയാണ്. എവിടെ ചെന്ന് എന്ത് തൊട്ടുമ്പോഴും അവിടെയെല്ലാം അവർക്ക് ഫെയിലിയർ സംഭവിക്കുന്നു. ഈ ഫെയിലിയറിൻ്റെ ബേസ് ചെയ്ത് അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്നു. നീ ചെയ്തതിൻ്റെ ഫലം നീ അനുഭവിക്കുന്നു എന്നുള്ളൊരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. റിജക്ഷൻ എനർജിയാണ് കേട്ടോ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി പ്രതീക്ഷയോട് കൂടി എവിടെ ചെന്നാലും അവിടെ ഒന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു അവസരമോ ഒരു എന്താ പറയുക ഒരു വാല്യൂ കൽപ്പിക്കപ്പെടുന്നില്ല, ഒരു സ്ഥാനമില്ല. എല്ലായിടത്തും ഒരു റിജക്ഷൻ എനർജിയാണ്. മനസ്സുകൊണ്ട് പോലും ഈ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഈ വ്യക്തിനെ റിജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്, മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആർക്കും ഈ ഒരു പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ സാധിക്കാത്ത വിധം ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. നയൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. ഇതിനകത്ത് ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പം ശരിക്കും സ്വയം പശ്ചാത്തപിച്ച് സ്വയം നിലവിളിക്കുന്ന ഒരു എനർജിയിലാണ്. താങ്ങാനും സഹായിക്കാനും അതുപോലെ തന്നെ അവരെ കേൾക്കാനും ആരുമില്ലാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത്. ചുറ്റും കുറ്റപ്പെടുത്തലുകളുടെ ഒരു ലോകം തന്നെയാണ്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കെതിരായിട്ടുള്ള ഓപ്പോസിറ്റ് എനർജിയിൽപ്പെട്ട വ്യക്തികളുമായിട്ട് മാത്രമാണ് ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുള്ളൂ. അതായത് ഒരു ദീർഘകാലം മുന്നോട്ടേക്ക് പോകാതെ പാതി വഴിയിൽ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് നഷ്ടങ്ങൾ വരുത്തുന്ന അല്ലെങ്കിൽ ഇവർക്ക് മൈൻഡ് ലോസ് വരുത്തുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന തരത്തിലുള്ള എനർജികളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ക്യൂരിയോസിറ്റിയോടുകൂടി. എന്താണ് നിങ്ങളിൽ സംഭവിക്കുന്നത്? നിങ്ങൾ നല്ല രീതിയിലാണോ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ? നിങ്ങളിലേക്ക് എന്തെങ്കിലും വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന പ്രതീക്ഷയിൽ ഫ്യൂച്ചർ മുന്നോട്ടേക്കാണ് പോകുന്നതെങ്കിലും തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന വെല്ലുവിളികളെ നേരിടുമ്പം പതറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും ആ പതർച്ച എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരിക എന്നതാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണൽ ഈഗോയൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അതായത് അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തെ നിങ്ങളിലേക്കൊന്ന് പ്രകടിപ്പിക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു എനർജിയിലൂടെ കടന്നുപോയ പേഴ്സണെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഇമോഷണൽ മെച്യൂരിറ്റി,
കുറച്ച് ഈഗോ, ഒരു സെൽഫിഷ് എനർജി, മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും വാല്യൂ കൽപ്പിക്കാതെ ഞാൻ ഓക്കെയാണ്, എൻ്റെ കാര്യങ്ങളിൽ മാത്രം എന്നൊക്കെയുള്ള ആ ഒരു ഞാനെന്ന ഭാവം ഭയങ്കരമായും കൂടുതലുണ്ടായിരുന്ന ആ സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പോൾ വളരെ മെച്യൂരിറ്റിയോട് കൂടി ലഭിച്ചിരുന്ന സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ആഗ്രഹമുണ്ട് കേട്ടോ, തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ശരിക്കും പ്രതീക്ഷിച്ച് പോയിടത്ത് ഒരു ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സ്വീകരണം ലഭിച്ചില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റീസ് അത് തരികയാണെങ്കിൽ പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് നൽകണമെന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നത് തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആക്ഷൻ എടുക്കുമ്പോഴൊക്കെ ശരിക്കും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമൊക്കെ ഒരു വട്ടവും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങി ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല പ്രൗഡായ, മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന, അതുപോലെ മറ്റുള്ളവർ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന, വളരെ അട്രാക്റ്റഡായ, വളരെ ജെനുവിനിറ്റി തോന്നിക്കുന്ന ഒരു ജെൻറ്റിൽമാൻ എനർജി, എല്ലാ പൂർണ്ണതയോടുകൂടി എല്ലാ മേഖലകളിലും ശോഭിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളുമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ. പക്ഷേ അവരുടെ ആ ഒരു ചെറിയ ഈഗോ എന്ന് പറയുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾക്ക് കാരണമായത്. തൽക്കാലം ബൗണ്ടറി തീർത്ത് നിൽക്കുകയാണ് എല്ലായിടത്തു നിന്നും. ആർക്കും ഒരു ഇൻഫർമേഷൻസും കൊടുക്കാൻ പറ്റാതെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം. എസോസോഴ്സിൻ്റെ എനർജിയാണ്. ഓവർ തിങ്കിങ് ആണ്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, സമാധാനം കിട്ടാത്ത ഓവർ തിങ്കിങ് എനർജിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലൈഫിൽ കിട്ടിയ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തി എന്നുള്ള വളരെ ശക്തമാകുന്ന ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയിലുണ്ട്. കാരണം കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്നിനെയാണ് കിട്ടിയത്. അതും നല്ല രീതിയിൽ ഉപയോഗിക്കാതെ കുറച്ച് ഈഗോയുടെ പുറത്തും മറ്റ് ചില ഭാഗങ്ങളിലേക്ക് തോന്നിയ അട്രാക്ഷൻ്റെ പുറത്തും കയ്യിലേക്ക് വന്നു ചേർന്ന ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ചു, പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ് വല്ലാതെ ചിന്തിച്ചു കൂട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കാർമിക് സിറ്റുവേഷൻസ്, ഒരു കഷ്ടകാല സമയമെന്നൊക്കെ തന്നെയാണ് അവരുടെ എനർജിയിൽ പറയുന്നത്. അവർ സ്വയം പശ്ചാത്തപിക്കുന്നത്. ആൻസൈറ്റി ഉണ്ട്, വളരെയധികം ഉത്കണ്ഠയുണ്ട്. ഇനി എന്താണ് ഫ്യൂച്ചർ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻഡ്യൂഷൻ, ആ ഒരു എനർജി ഭയത്തോടു കൂടി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സത്ര ക്ലാരിറ്റി ഇല്ല ആൾക്ക്. ഒരു കാർമിക് സിറ്റുവേഷൻസാണ്. ശരിക്കും നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അല്ലെ കൂടെ നിൽക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മളുടെ മനസ്സിൻ്റെ താളം തെറ്റുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കൂടെ ഉള്ളവരെക്കുറിച്ച് നമുക്കൊരു ക്ലിയറൻസ് കിട്ടാതെ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓവർ തിങ്കിങ് ആണ്. ഭയമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ. ആ ഭയം ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നു. നമ്മളുടെ ചിന്തകൾ എന്താണോ അതായിരിക്കും നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷനായിട്ട് വരുന്നത്. അപ്പോൾ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവാകുന്ന എനർജികളും നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകളും നെഗറ്റീവാകുന്ന വ്യക്തികളുമാണ്. അവരുമായിട്ട് കണക്റ്റഡ് ആകേണ്ട എനർജി അല്ല അവരിലേക്ക് വരുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും വീഴ്ചകളാണ്. ശരിക്കും ഒറ്റപ്പെട്ടൊരു ഇമോഷണൽ അബൻഡൻസ് വേണം, ഒരു സമാധാനവും സന്തോഷവും വേണം, ഒരു പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതെവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെയാണ് തെറ്റുപറ്റിയത്, തിരുത്തേണ്ടത് എന്നുള്ളിടത്ത് ഒരു ബ്ലൈൻഡ് എനർജിയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്നെസ് ഉണ്ട്. കൂടാതെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. കാരണം ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചു ഇവർക്ക്. ഇമോഷണലി ഇവർക്ക് വല്ലാത്തൊരു മൂൺ എനർജിയുടെ പ്രസൻസാണ്. മൂണൊക്കെ വന്ന് നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് നുവർന്ന് നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. സർവ്വ വീഴ്ചയായിരിക്കും, സർവ്വസമയവും വീഴ്ചകൾ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു മൂൺ എനർജി പ്രസൻസിൻ്റെ പ്രോബ്ലംസ് ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. തേടൈ ചക്രയൊക്കെ ബ്ലോക്കാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ചക്രാസ് പൂർണ്ണമായും ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഇവരിനി എത്ര പ്രാർത്ഥിച്ചാലും ഇവരുടെ കർമ്മയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. അപ്പം കർമ്മം ചെയ്യുന്നതിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. കുറേ പ്രാർത്ഥിച്ചു, ഞാൻ വലിയൊരു സ്പിരിച്വാലിറ്റിയിലാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല. നമ്മളുടെ പ്രവൃത്തിയാണ്
സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു മൃഗത്തെ കാണുമ്പം കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുക, തല്ലി ഓടിക്കുക, എന്നിട്ട് നമ്മളിപ്പുറം വന്ന് പൂജ ചെയ്തൊരു വിളക്ക് കൊളുത്തി നാമം ചൊല്ലി, അതൊരിക്കലും സ്പിരിച്വാലിറ്റി അല്ല. അതേസമയം ഇപ്പം നിലവിളക്ക് കൊളുത്താൻ ഇച്ചിരി താമസിച്ചാലും നമ്മുടെ മുന്നിൽ വന്ന ആ മൃഗത്തിനുള്ള ഒരു ഇച്ചിരി വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയോ ചെയ്താൽ അത് സ്പിരിച്വാലിറ്റിയാണ്. അതാണ് കർമ്മം, അതാണ് കർമ്മഫലമെന്ന് നമ്മളോട് നമുക്ക് പൂർവീകർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ ഓക്കെ അല്ല. കാരണം ഇവർ ചെയ്തു പോയത് വെച്ച് ഇവർക്ക് ഇനി ഒരുപാട് സമയമെടുക്കും ലൈഫിൽ പോസിറ്റിവിറ്റി വരാൻ. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ പ്രൗഡായിട്ട് ഒരു ചക്രവർത്തിയെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പവർഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ പോകേണ്ട വ്യക്തിയെ സംബന്ധിച്ച് ഇന്ന് അവരിലെ എല്ലാ പോസിറ്റിവിറ്റികളും ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. അത് നേരെ ഓപ്പോസിറ്റാണ്. അതായത് റെസ്പെക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കാണുമ്പം ആദരവോടുകൂടി നിൽക്കേണ്ട ഒരു വ്യക്തിയെ കാണുമ്പം മറ്റുള്ളവർക്ക് ഒരു പുച്ഛഭാവം വരുന്ന അവസ്ഥയിലേക്ക് തല തിരിഞ്ഞു പോയി ഇവരുടെ വിധിയെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിന്തിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലം എന്ന് തന്നെ പറയാൻ സാധിക്കും. എല്ലായിടത്തും അവഗണിക്കപ്പെടാനും മാറ്റി നിർത്തപ്പെടാനും മറ്റുള്ളവരുടെ ഉള്ളിൽ മനസ്സിനകത്താണ് നമുക്കൊരു വ്യക്തിയിൽ സ്ഥാനം വേണ്ടതല്ലേ. ഞാനായാലും നിങ്ങളായാലും നമ്മൾ പുറമേ കാണുമ്പോൾ ഹായ് എന്ന് വിളിച്ച് തോളത്ത് തട്ടുന്നതല്ല, ഒരു വ്യക്തിയുടെ മനസ്സിനകത്തിരിക്കാൻ പറ്റുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരാൾ നമ്മളെ ഓർക്കും, എല്ലാവരും നമ്മളെ ഓർക്കും. അതേസമയം സ്നേഹത്തോടെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർ ചിന്തിക്കുന്നത് പോലും പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? നമ്മളുടെ ആ ഒരു പ്രസൻസിൻ്റെ പോസിറ്റിവിറ്റി അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആവണം. ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ, ആ വ്യക്തി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നുക. അപ്പം ആ ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയാണ് ശിക്ഷ അനുഭവിക്കുന്നു. അതായത് ഒരു പക്ഷേ ഇവർക്ക് അമിതമാകുന്ന അഡിക്ഷൻ, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ അവർ കൊടുത്തിരുന്നതും ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങളിലൂടെ ഇവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതുമെല്ലാം ഇവരുടെ ജീവിതത്തിൽ വീഴ്ചകൾക്ക് കാരണമായി കർമ്മ നേരിടേണ്ടി വരുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു കൺട്രോളിങ് വിൽ പവർ എനർജി ഉണ്ടായിരുന്നതാണ് ബ്ലോക്കായിരിക്കുന്നത്. ഇപ്പം സ്വയം എന്താ പറയുക ദുഃഖിക്കേണ്ടി വരിക, സ്വയം ഒരു എന്താ പറയുക ഉൾവലിഞ്ഞ് നിൽക്കുക, ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക, ആരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് വരിക, ഒരു ശക്തമായ ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് ഈ ഒരു വ്യക്തി കറൻറ്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഇൻസ്പിറേഷൻ എനർജി ഉണ്ട്. ഒന്ന് പുതിയ തുടക്കം വേണം, എല്ലാം തിരിച്ചു പിടിക്കണം, ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫ് സിറ്റുവേഷൻസ്, ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. അവർ കർമ്മ തിരിച്ച് അവർ പ്രവർത്തിക്കണം, അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് വരണം. ശരിക്കും അവർ നേരിടുന്ന കർമ്മ എന്ന് പറഞ്ഞ വിധിയാണ് അവരുടെ. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യണം. 10 ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ ഭാരം ചുമക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തിരിച്ചു വരിക എന്നതാണ്, നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് തന്നെയാണ്. കർമ്മയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ആകുന്ന എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ വേണമെങ്കിൽ അവർക്ക് ഡിവൈൻ കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക, നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ടാകുക. ഒരു പക്ഷേ നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ പോലും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളോടൊപ്പം തന്നെ പോകുക. നിങ്ങളെ എവിടെ ഉപേക്ഷിച്ചോ, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പെയിൻ നൽകിയത്, ചീറ്റിംഗ് സംഭവിച്ചത്, ആ ഭാഗം തന്നെ ക്ലാരിറ്റി വരുത്തുക. അതായത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സിംഗിൾ എനർജിയിലുള്ളവർക്ക് മാര്യേജും, പാർട്ട്നേഴ്സ് എനർജിയിലുള്ളവർക്ക് ആ ഒരു എനർജിയോട് കൂടിയും, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു പാർട്ട്ണറുടെ ആ ഒരു പ്രസൻസ്, ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്കിവർ നൽകിയേ പറ്റൂ. അത് തന്നെയാണ് ഇവരുടെ കർമ്മ. ദ 4 ഓഫ് വൺസ് എന്ന് പറയുന്നതാണ് സെലിബ്രേഷനാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് അവരെങ്ങോട്ട് പോയോ അവിടെ നിന്നും അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എപ്പോഴും റോങ് സിറ്റുവേഷൻസ് ആണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നതും നിങ്ങളുമായിട്ട് സ്ട്രോങ് ആകുന്ന സത്യവും ആത്മാർത്ഥവുമാകുന്ന ഒരു റിയൂണിയൻ സാധ്യമാക്കുക എന്നത് തന്നെയാണ് അവരുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിലനുസരിച്ച് തന്നെ അവർ കറങ്ങിത്തിരിഞ്ഞ് എക്സ്പീരിയൻസ്ഡായി ശരിക്കും അവർക്ക് അത് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്, അതുവരെ അവർ സ്ട്രഗിൾ ചെയ്ത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് റൈറ്റ് ഹീലിങ്ങും കാര്യങ്ങളും പറയാനുള്ള ടൈമില്ല, നമുക്ക് ക്ലോസ് ചെയ്യാണ്.